Hi everyone, this is Yebin Say from Evika. 2025 ഏറ്റവും ആദ്യത്തെ ആപ്പിളിന്റെ അപ്ഡേഷൻ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. iOS 18.2.1 എന്ന ഒരു ബഗ് ഫിക്സ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 528.5 MB എൻ്റെ ഐഫോൺ 16 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു GB അടിയിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ്. അതോടൊപ്പം തന്നെ iPadOS 18.2.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ മാത്രമാണ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. വാച്ചിനോ മാക്കിനോ വേറെ ഒരു അപ്ഡേഷൻസും ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ്റെ കൂടെ റിലീസ് ചെയ്തിട്ടില്ല. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ്സ് ഇമ്പോർട്ടൻറ്റ് ബഗ് ഫിക്സ് ആൻഡ് റെക്കമെൻഡ് ഫോർ ഓൾ യൂസർ എന്നൊരു നോട്ട് മാത്രമാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ എന്തൊക്കെയാണ് മാറിയിരിക്കുന്നത്, എന്തൊക്കെ ബഗ് ഫിക്സ് ആണെന്ന് നമുക്ക് ഇൻഡെപ്തായിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. സോ ഇതേപോലുള്ള പുതിയ പുതിയ അപ്ഡേഷൻസും ബാക്കിയുള്ളവരായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിംഗ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.2.1 22C161 എന്ന്. ഇതാണ് ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയ മോഡേൺ ഫേംവെയർ ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ ഇതിൽ സസ്റ്റെയിൻ ചെയ്യാനും ചാൻസ് ഉണ്ട്. iOS 18.2.1 ആപ്പിൾ ആകെ ഉദ്ദേശിക്കുന്നത് മേജറായിട്ടുള്ള ബഗ് ഫിക്സും അതേപോലെ പെർഫോമൻസ് ഇംപ്രൂവ്മെൻ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ഒരു നോട്ടും കൊടുക്കാതെ റെക്കമെൻഡഡ് ഫോർ ഓൾ ആപ്പിൾ യൂസേഴ്സ് എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ iOS 18.2 റിലീസ് ചെയ്തപ്പോൾ കുറേയധികം കൂട്ടുകാർക്ക് വന്ന ഒരു മേജർ ഇഷ്യൂ ആണ് ഫിനാൻഷ്യൽ ആപ്പ് ക്രാഷ് ആവുന്ന ഒരു ഇഷ്യൂ. ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ആ ഒരു ക്രാഷ് ഈ ഒരു അപ്ഡേഷനിൽ മാറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ആപ്പിൻ്റെ ക്രാഷ് ഉണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതേപോലെ എനിക്കുണ്ടായ മേജർ ബഗ്ഗാണ് ആപ്പിൾ വാച്ചിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. എൻ്റെ ഐഫോണിൽ കോൾ വരുന്ന ശേഷം ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൽ ചില സമയത്ത് കോൾ വരുന്നുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഈ പറഞ്ഞ ഫേസ് ടൈം ഓഡിയോ കോളുകളൊന്നും എനിക്ക് ആപ്പിൾ വാച്ചിൽ വരുന്നുണ്ടായിരുന്നില്ല. ആ ഒരു മേജർ ബഗ് ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത വരുന്ന ബഗ് ഫിക്സ് എന്ന് പറഞ്ഞാൽ iOS 18.2 റിലീസ് ചെയ്തപ്പോൾ മേജറായിട്ടുള്ള കുറേയധികം അപ്ഡേഷൻസും ഫീച്ചേഴ്സും ആപ്പിൾ റിലീസ് ചെയ്തു. പക്ഷേ കുറേയധികം കൂട്ടുകാർക്ക് ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ സെറ്റിംഗ്സിലേക്ക് പോകാം. ബാറ്ററി ഓപ്ഷൻ എടുക്കുമ്പോൾ കുറേയധികം കൂട്ടുകാർക്ക് ബാറ്ററി ഹെൽത്ത് നല്ല രീതിക്ക് കുറഞ്ഞതായിട്ടും ഡീഗ്രേഡ് ആയിട്ടും പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ഈ ചാർജിങ് സെറ്റിങ്സ് എപ്പോഴും ഒരു 90ൽ സെറ്റ് ചെയ്യാൻ നോക്കുക. കാരണം 90 എബോവ് ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററി ചാർജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചാർജിങ് ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ മാക്സിമം കപ്പാസിറ്റി ഇപ്പോഴും 100% ഉണ്ട്. എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് 77 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ 90% എബോവ് ചാർജ് ചെയ്യാറില്ല. പക്ഷേ നല്ല രീതിക്ക് ഞാൻ എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 4 hours 40 minutes സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും 20 മിനിറ്റുമാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ബാറ്ററി യൂസേജിൽ യൂട്യൂബാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം, മ്യൂസിക്, വാട്സാപ്പ് എന്നീ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയാസും ഞാൻ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ ഒരു ഡിവൈസിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സും അതേപോലെ ബാറ്ററി ക്വാളിറ്റിയും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബാറ്ററി ഹെൽത്തും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമുക്കൊരു ബാറ്ററി ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ഐഡിയ എങ്ങനെയാണ് ഈ പറഞ്ഞ ഐഫോണിലെ ബാറ്ററി ഹെൽത്ത് പ്രിസർവ് ചെയ്യുന്നുള്ള ഒരു ഐഡിയ കിട്ടും. സോ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം. അതോടൊപ്പം നിങ്ങൾ ഈ ബാറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ ബാറ്ററി ചാർജിങ് ലിമിറ്റ് ഒരു 90ലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരെ ആപ്പിൾ മ്യൂസിക് എടുക്കാം, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് ലോഡ് ചെയ്യുന്നത്. ഫോട്ടോസ് എടുക്കാം, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ആപ്പ് എടുക്കാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഓരോ ആപ്ലിക്കേഷൻസും ഈസി ആയിട്ടാണ് ഈ പറഞ്ഞ ലോഡിങ് ചെയ്യുന്നത്. അതും വലിയ ലാഗോ ക്ലട്ടറിങ്ങോ എനിക്ക് ഈ ആപ്ലിക്കേഷനിൽ ഫീൽ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ ഇൻഡെപ്ത് വീഡിയോ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇൻഡെപ്ത് റിവ്യൂ അറിയണമെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഫോളോ അപ്പ് വീഡിയോ ഇടാം.
അതിനുശേഷം ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു മേജർ ബഗ്ഗുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ എന്തായാലും മെൻഷൻ ചെയ്യാം. ഇനി ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ എന്തെങ്കിലും സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കൊണ്ടുവന്ന് നോക്കാൻ വേണ്ടി ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും iOS 18.2.1ലും iPadOS 18.2.1ലും നോ പബ്ലിഷ് CVV എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ പറയുന്നതനുസരിച്ച് ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സോ ബാക്കി കാര്യങ്ങളോ ഇവിടെ പാച്ച് ചെയ്തതായിട്ട് ആപ്പിൾ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എല്ലാ ബഗ്ഗുകളും ഫിനാൻഷ്യൽ ആപ്പിൻ്റെയും ബാറ്ററിയുടെയൊക്കെ ബഗ്ഗുകൾ മാറിയെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ കമൻറ്റ് ചെയ്യാനും പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതിനൊരു ഫോളോ അപ്പ് വീഡിയോയിൽ നമുക്ക് ഈ പറഞ്ഞ ബഗ്ഗുകൾ മാറിയോ ഇല്ലയോ എന്നോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബഗ്ഗുകൾ വന്നോ എന്ന് എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറഞ്ഞ iOS 18.2.1 അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ iPhone 13 സീരീസുകാരോട് ഞാൻ എൻകറേജ് ചെയ്യില്ല. നിങ്ങൾ കുറച്ചൊന്ന് കഴിഞ്ഞൊരു ഫോളോ അപ്പ് റിവ്യൂ ഒക്കെ കഴിഞ്ഞവർ മാത്രമാണ് ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്യാനാണ് ഞാൻ പറയുകയുള്ളൂ. ഇനി മറ്റേ സീരീസിൻ്റെ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ആപ്പോ കാര്യങ്ങളോ ബഗ്ഗുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. കാരണം ആ ഒരു അപ്ഡേറ്റിന് ശേഷം ബഗ്ഗുകൾ മേ ബി കുറയാനുള്ള ചാൻസ് ഉണ്ട്. IPSW ഫയൽ ഉപയോഗിച്ചുകൊണ്ട് iTunes വഴി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആൻഡ് ഇംപ്രൂവ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉള്ള ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. iOS 18.3ൻ്റെ പുതിയ ബേറ്റയും അതേപോലെ ഒഫീഷ്യൽ അപ്ഡേഷനും എന്നാന്ന് ചോദിച്ചാൽ മിക്കവാറും ഇന്നോ അല്ലെങ്കിൽ ഈ ആഴ്ചയോ iOS 18.3ൻ്റെ പുതിയ ബേറ്റ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ബേറ്റയുടെ ഒഫീഷ്യൽ അപ്ഡേഷൻ മിക്കവാറും ജാനുവരി അവസാന വീക്കോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വീക്കോ ആയിട്ട് നമുക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18.3ൻ്റെ ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കുറേ പുതിയ ബഗ് ഫിക്സുകളും അതേപോലെ കുറേ അടിപൊളി കാര്യങ്ങളും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അപ്ഡേഷൻസ് റിലീസാകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Evin Xavier signing from Evica.